മാത്സിലെ ഫസ്റ്റ് ടോപ്പിക്കായ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ കുറച്ച് ക്ലാസ് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ആ ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ സം ഓഫ് ഓൾ ദ നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 15. എന്താ പറഞ്ഞിരിക്കുന്നത്? 1 മുതൽ 15, അതായത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര എവിടെ വരെ 15 വരെയുള്ള നമ്പേഴ്സിന്റെ സം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുന്നതിന് പകരം നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ഇക്വേഷൻ? സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2. n എന്തായിരിക്കും? ലാസ്റ്റ് നമ്പർ ആയിരിക്കും n. ഫസ്റ്റ് 15 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ n എന്ന് പറയുന്നത് 15 ആയിരിക്കും. നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മുതലാണ്. അപ്പോൾ ഇതെന്തായാലും ഫസ്റ്റ് 15 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ n എന്ത് വരും? n ഈക്വൽ ടു 15 വരും. അപ്പോൾ സം എന്ത് വരും? n ഇൻറ്റു n പ്ലസ് 1/2. n എന്താണ്? 15 ഇൻറ്റു n പ്ലസ് 1 16/2 ഈക്വൽ ടു എന്ത് വരും? 2ഉം 16 ക്യാൻസൽ ആയി 8 വരും. എത്ര വരും? 15 ഇൻറ്റു 8 ഈക്വൽ ടു 120. ഇതായിരിക്കും ആൻസർ. ഫൈൻഡ് ദ സം ഓഫ് ഓൾ ദ നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 10 to 20. നമുക്ക് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താ? n ഇൻറ്റു n പ്ലസ് 1/2. പക്ഷെ ഇവിടെ ഇടയ്ക്ക് നിന്നുള്ള കുറച്ച് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം, അതായത് 10 മുതൽ 20 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ 1 മുതൽ 20 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എഴുതാം. അത് എത്ര വരും? അതായത് സം ഓഫ് 1 to 20. സം ഓഫ് 1 to 20 നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. പക്ഷെ നമുക്ക് 10 മുതലുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം മതി. അപ്പോൾ എന്ത് ചെയ്യാം? 1 മുതൽ 9 വരെയുള്ള സം നമുക്ക് ഇതിൽ നിന്നും മൈനസ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? മൈനസ് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 9 അല്ലേ? ഇവിടെ n എന്ത് വരും? n എന്താണെന്ന് നമുക്കറിയാം. n ഈക്വൽ ടു ലാസ്റ്റ് നമ്പർ എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ n എന്ത് വരും? n ഈക്വൽ ടു 20 വരും. ഇവിടെയോ n ഈക്വൽ ടു 9 വരും. എന്താണ് ഇക്വേഷൻ? n ഇൻറ്റു n പ്ലസ് 1/2, അതായത് 20 ഇൻറ്റു 21/2. ഇവിടെയോ 9 ഇൻറ്റു 10, 9 പ്ലസ് 1 10/2 അല്ലേ? ഇത് മൈനസ് ചെയ്യണം. നോക്കിക്കേ, ഇത് ക്യാൻസൽ ചെയ്യും. 10 വരും, 2 5 വരും. 10 ഇൻറ്റു 21 എത്ര വരും? 210 വരും. മൈനസ് 9 ഇൻറ്റു 5 45 വരും. 210 മൈനസ് 50 ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് വന്നേനെ? 160 എന്ന ആൻസർ വന്നേനെ അല്ലേ? ഇതിപ്പോൾ നമുക്ക് 45 കുറച്ചാൽ മതി. അപ്പോൾ എന്ത് വരും? 165. ഇതായിരിക്കും ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 30 ഈവൻ നമ്പേഴ്സ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിച്ചു. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് 30 ഈവൻ നമ്പേഴ്സിന്റെ സം ആണ്. അതിന് നമുക്ക് ഇക്വേഷൻ ഉണ്ട്, നമ്മൾ നേരത്തെ നോക്കിയിരുന്നു. സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് 30 ഈവൻ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? n ഈക്വൽ ടു 30 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സം എന്ത് വരും? സം ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1, അതായത് 30 ഇൻറ്റു 30 പ്ലസ് 1 31 ഈക്വൽ ടു എന്ത് വരും? 31 ഇൻറ്റു 3 എന്ത് വരും? 93 വരും. 0യും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ആൻസർ എന്ത് വരും? 930. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് ഈവൻ നമ്പേഴ്സ് ഫ്രം 2 to 20. 2 മുതൽ 20 വരെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ സം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഈവൻ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മുതലാണ് അല്ലേ? ഫസ്റ്റ് 20 ഈവൻ നമ്പേഴ്സിന്റെ സം ആണോ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? അല്ല. കാരണം 2 മുതൽ 20 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 20 ഈവൻ നമ്പേഴ്സ് വരുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് ഓഡ് നമ്പേഴ്സ് കൂടെ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ n എന്തെടുക്കണം? n ഈക്വൽ ടു ലാസ്റ്റ് നമ്പർ ബൈ 2 ഇങ്ങനെ എടുക്കണം. ഇവിടെ നമ്മളോട് 2 to 20 എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട് എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ n എത്ര വരും എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് n എങ്ങനെ എഴുതാം? ലാസ്റ്റ് നമ്പർ ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എന്ത് വരും? n ഈക്വൽ ടു 20/2 ഈക്വൽ ടു 10 വരും. സം ഓഫ് n ഈവൻ നമ്പേഴ്സിന്റെ ഇക്വേഷൻ എന്താ വരും? n ഇൻറ്റു n പ്ലസ് 1 വരും അല്ലേ? ഈക്വൽ ടു എന്ത് വരും? n എത്രയാ? 10. 10 ഇൻറ്റു 11 ഈക്വൽ ടു 110. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് ഈവൻ നമ്പേഴ്സ് ഫ്രം 18 to 36. അപ്പോൾ ഇവിടെ നമ്മളോട് 18 മുതൽ 36 വരെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ സം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് നാച്ചുറൽ നമ്പേഴ്സിന്റെ കേസിൽ ചെയ്തതുപോലെ തന്നെ നമുക്ക് ആദ്യമേ സം ഓഫ് ഈവൻ നമ്പേഴ്സ് ഫ്രം 2 to 36 കണ്ടുപിടിച്ചിട്ട് മൈനസ് സം ഓഫ് ഈവൻ നമ്പേഴ്സ് ഫ്രം 2 to 16 ചെയ്താൽ പോരെ? കാരണം നമുക്ക് 18 തൊട്ട് മുമ്പുള്ള ഈവൻ നമ്പർ എന്ന് പറയുന്നത് 16 അവിടെ വരെയുള്ളത് നമുക്ക് വേണ്ട. അപ്പോൾ നമുക്ക് 2 to 36 നിന്നും സം ഓഫ് 2 to 16 മൈനസ് ചെയ്യാം.
ഇവിടെ n എന്ത് വരും? ലാസ്റ്റ് നമ്പർ ബൈ 2 അല്ലേ, അതായത് 36/2 18 വരും. ഇവിടെ n ഈക്വൽ ടു 16/2 8 വരും. ഇക്വേഷൻ എങ്ങനെയാ? n ഇൻറ്റു n പ്ലസ് 1 18 ഇൻറ്റു 19. ഇവിടെയോ 8 ഇൻറ്റു 9 മൈനസ് ചെയ്യണം. അപ്പോൾ 18 ഇൻറ്റു 19 എത്ര വരും? 342 വരും. മൈനസ് 8 ഇൻറ്റു 9 72 ഈക്വൽ ടു 270. സിക്സ്ത് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ഓഡ് നമ്പേഴ്സ്. ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സിന്റെ സമ്മിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു, n ഇൻറ്റു n പ്ലസ് 1. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിന്റെ സം എങ്ങനെ കണ്ടുപിടിക്കാം? സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് ഈക്വൽ ടു n സ്ക്വയർ. അപ്പോൾ ഇവിടെ സം ഓഫ് ഫസ്റ്റ് 10 ഓഡ് നമ്പേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം n ഈക്വൽ ടു എന്ത് വരും? 10 വരും. സം എന്ത് വരും? 10 സ്ക്വയർ ഈക്വൽ ടു 100. സെവൻത് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് ഓഡ് നമ്പേഴ്സ് അപ് ടു 25. അപ്പോൾ ഇവിടെ n എത്രയാണെന്ന് നമുക്ക് തന്നിട്ടില്ല. 25 വരെയുള്ള ഓഡ് നമ്പേഴ്സ്, അതായത് 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് എക്സെട്ര പ്ലസ് 25 ഇവിടെ വരെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്, അതായത് എന്നിന്റെ വാല്യൂ ക്ലിയർ ആയിട്ട് തന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്നിന്റെ വാല്യൂ എന്തെടുക്കും? n ഈക്വൽ ടു ലാസ്റ്റ് നമ്പർ പ്ലസ് 1/2 ഇങ്ങനെ എടുക്കും. അതായത് ഇത് ഓഡ് നമ്പേഴ്സിന്റെ ഇടയ്ക്ക് ഓരോ ഈവൻ നമ്പേഴ്സ് കൂടെ വരുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് n ഈക്വൽ ടു ലാസ്റ്റ് നമ്പർ പ്ലസ് 1/2 എന്ന് എടുക്കണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ 25 ലാസ്റ്റ് നമ്പർ ആണെങ്കിൽ എന്നിന്റെ വാല്യൂ എന്ത് വരും? 25 പ്ലസ് 1/2 ഈക്വൽ ടു 26/2 ഈക്വൽ ടു 13. അപ്പോൾ ഇവിടെ എന്നിന്റെ വാല്യൂ 13 എന്ന് കിട്ടി. ഇനി സമ്മിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എന്താ? n സ്ക്വയർ. അപ്പോൾ സം എന്ത് വരും? സം ഈക്വൽ ടു n സ്ക്വയർ ഈക്വൽ ടു n എത്രയാ? 13. 13 സ്ക്വയർ എത്രയാണെന്ന് അറിയാം? 169. എയ്ത്ത് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് ഓഡ് നമ്പേഴ്സ് ഫ്രം 15 ടു 29. ഇവിടെയും നമ്മളോട് ഇടയ്ക്ക് നിന്നുള്ള കുറച്ച് ഓഡ് നമ്പേഴ്സിന്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആദ്യം സം ഓഫ് ഓഡ് നമ്പേഴ്സ് ഫ്രം 1 ടു 29 കണ്ടുപിടിച്ചിട്ട് മൈനസ് സം ഓഫ് ഓഡ് നമ്പേഴ്സ് ഫ്രം 1 ടു 13. ഇവിടെ n എന്ത് വരും? n ഈക്വൽ ടു ലാസ്റ്റ് നമ്പർ പ്ലസ് 1/2. അപ്പോൾ എന്ത് വരും? n ഈക്വൽ ടു 29 പ്ലസ് 1/2 എന്താ? 30/2 ഈക്വൽ ടു 15 വരും. ഇവിടെ n എന്ത് വരും? n ഈക്വൽ ടു 13 പ്ലസ് 1/2 അതായത് 14/2 ഈക്വൽ ടു 7. ഇനി എന്താ? സമ്മിന്റെ ഇക്വേഷൻ നമുക്കറിയാം, n സ്ക്വയർ. അപ്പോൾ ഇതിന്റെ 15 സ്ക്വയർ അതായത് 225 മൈനസ് ഇവിടുത്തെ സമ്മോ 7 സ്ക്വയർ അതായത് 49 ഈക്വൽ ടു 176. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കണ്ടു, ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്, ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ്, ഇതിന്റെ എല്ലാ സം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചെയ്തു. ഇവിടെ ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനും നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6. ഇതാണ് സമ്മിന്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമ്മളോട് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. n ഈക്വൽ ടു 20 വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ സം എന്ത് വരും? n ഇൻറ്റു അതായത് 20 ഇൻറ്റു n പ്ലസ് 1 എന്താ? 21 ഇൻറ്റു 2n പ്ലസ് 1 2n എന്താ? 40 പ്ലസ് 1 41 ഡിവൈഡഡ് ബൈ 6 അല്ലേ. ഇവിടെ നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 10 വരും, ഇവിടെ 3 വരും. ഈ 3യും 21 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 7 വരും. ഇവിടെ 41 ഇൻറ്റു 7 എന്ത് വരും? 7 ഇൻറ്റു 1 7 7 ഇൻറ്റു 4 28 ഇൻറ്റു 10 വരുമ്പോൾ 2870. 10th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 10 ടു 25. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതേ മോഡലിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു അല്ലേ. അപ്പോൾ എങ്ങനെ ഇത് ചെയ്യുക? സം ഓഫ് 1 സ്ക്വയർ ടു 25 സ്ക്വയർ, അതായത് 25 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമുക്ക് വേണ്ടത് എവിടെ മുതലാണ്? 10 ടു 25 വരെ മതി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സം ഓഫ് 1 സ്ക്വയർ ടു 9 സ്ക്വയർ അല്ലേ, 1 മുതൽ 9 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ നമുക്ക് വേണ്ട. അപ്പം നമ്മൾ ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ എന്താ? n ഈക്വൽ ടു 25 വരും, ഇവിടെ n ഈക്വൽ ടു 9 വരും. നമുക്ക് ഇക്വേഷൻ അറിയാം. എന്തായിരുന്നു ഇക്വേഷൻ? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6 അല്ലേ. അപ്പോൾ n ഇൻറ്റു n പ്ലസ് 1 25 ഇൻറ്റു 26 അല്ലേ, ഇൻറ്റു 2n പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 25 പ്ലസ് 1 അതായത് 51 ഡിവൈഡ് ബൈ 6 വരും. മൈനസ് n ഇൻറ്റു n പ്ലസ് 1 എന്താ? 10 ഇൻറ്റു 2n പ്ലസ് 1 2 ഇൻറ്റു 9 18 പ്ലസ് 1 19 ഡിവൈഡ് ബൈ 6. നോക്കി 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 വരും, ഇവിടെ 13 വരും. ഇനി
3 ഇൻറ്റു ഇവിടെ 17 വരും. ഇവിടെ നമുക്ക് 13 ഇൻറ്റു 17 ഇൻറ്റു 25 എന്ത് വരും? 5525 എന്ന് വരും. മൈനസ് ഇവിടെ നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 3 വരും, ഇവിടെ 5 വരും, 3യും 9ഉം 3 വരും. അപ്പോൾ 5 ഇൻറ്റു 3 15, 15 ഇൻറ്റു 19 285 എന്ന് വരും. 5 മൈനസ് 5 0, 12 മൈനസ് 8 4, പിന്നെ എന്താ 54 മൈനസ് 2 52, 5240. ഇതായിരിക്കും ആൻസർ. ഇന്ന് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്യൂബ്സിൻ്റെ സം കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്